ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. കൊണ്ടോട്ടി താലൂക്ക് ആസ്ഥാന ആശുപത്രി നിർമ്മാണോദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനിലൂടെ നിർവഹിച്ചു. 2025 നവംബറിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാവുമെന്ന് മന്ത്രി നാട്ടുകാർക്ക് ഉറപ്പു നൽകി. താലൂക്ക് ആസ്ഥാനത്ത് ആധുനിക സജ്ജീകരണങ്ങളോടെയാണ് ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നത്. കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയുടെ ബഹുനില കെട്ടിടത്തിന്റെ ഔദ്യോഗിക ശിലാസ്ഥാപന കർമ്മം ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനിലൂടെ നിർവഹിച്ചു. ഈ നാട് ആഗ്രഹിച്ചിരുന്ന ഒരു വികസനം, കൊണ്ടോട്ടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ പുതിയ കെട്ടിടം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഈ താലൂക്ക് ആശുപത്രിക്ക് ഒരു താലൂക്ക് ആശുപത്രി എന്നുള്ള നിലയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. സംസ്ഥാന സർക്കാർ 2016 ആരോഗ്യ മേഖലയിൽ ആർദ്രം ആവിഷ്കരിച്ചത്. ആർദ്രത്തിലൂടെ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ, ആശുപത്രികളുടെ, മെഡിക്കൽ കോളേജുകളുടെ എല്ലാം അടിസ്ഥാന സൗകര്യത്തിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ ലക്ഷ്യമിട്ടിൽ. അതോടൊപ്പം തന്നെ ഒട്ടേറെ കാര്യങ്ങൾ, രോഗനിർമ്മാർജ്ജനം, ജീവിതശൈലി രോഗ നിയന്ത്രണം, ക്യാൻസർ രോഗ നിയന്ത്രണം, ഇങ്ങനെ വർത്തമാനകാലത്തിലും അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയെ നയിക്കത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ആർദ്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടപ്പിലാക്കി വരുന്നത്. പ്രത്യേകിച്ച് ആർദ്രത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും നമുക്ക് കിഫ്ബിയിലൂടെ സാധിച്ചിട്ടുണ്ട്. 10,000-ലധികം കോടി രൂപയാണ് ആരോഗ്യ മേഖലയിൽ മാത്രം ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത്. TV ഇബ്രാഹിം MLA അധ്യക്ഷത വഹിച്ചു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 36.43 കോടി രൂപയുടെ പദ്ധതിയിൽ ഒന്നാം ഘട്ടമായി നിർമ്മിക്കുന്ന 8 നില കെട്ടിടത്തിന്റെ പ്രവൃത്തിയാണ് ആരംഭിച്ചിട്ടുള്ളത്. താലൂക്ക് ആസ്ഥാന ആശുപത്രിക്ക് ആവശ്യമായ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടെയാണ് കെട്ടിടം ആരംഭിക്കുന്നത്. 36.43 കോടി രൂപയാണ് അടങ്കൽ തുക. നിലവിൽ 29 കോടി രൂപയുടെ പ്രവൃത്തിയാണ് നടക്കുന്നത്. 8 നില കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തിക്കുന്നതിനുള്ള തടസ്സം ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആയിരുന്നു. ആധുനിക ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ഇതോടെ ഡയാലിസിസ് കേന്ദ്രവും പ്രവർത്തിക്കാനാകും. വള്ളിക്കുന്ന് മണ്ഡലം MLA AP അബ്ദുൽ ഹമീദ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. നിത ഷഹീർ, ബിന്ദു K, അഷ്റഫ് മടൻ, CT ഫാത്തിമത്ത് സുഹ്റാബി, A മുഹിയുദ്ദീൻ അലി, സ്വാലിഹ് കുന്നുമ്മൽ, ഡോക്ടർ R രേണുക, ഡോക്ടർ അനൂപ് TM തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.